എനിക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണം. കണ്ടോ, നമ്മൾ വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ചതിക്കത്തില്ല. അത്രേ ഉള്ളൂ, എൻ്റെ സിമ്പിൾ ലോജിക്ക് അത്രേ ഉള്ളൂ. നമ്മൾ പ്രസൻ്റ് ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം. ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തുള്ളത് Yamaha R15 V3 ആണ്. അപ്പം ഇന്നിതിൻ്റെ റിവ്യൂ വീഡിയോ ഒന്നും അല്ല. ഇന്ന് നമുക്ക് ചെറിയൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായിട്ട്. അതായത് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറയും. അപ്പം കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് റൈഡേഴ്സൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പം എന്താണ് കൗണ്ടർ സ്റ്റിയറിംഗ്, എങ്ങനെ കൗണ്ടർ സ്റ്റിയറിംഗ് ചെയ്യാം, എന്താണ് അതിൻ്റെ സംഭവങ്ങളെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. സംഭവമൊന്നുമില്ല, നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ രണ്ട് പേരിലുകൊണ്ട് നമ്മുടെ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവിടെ നിർത്തിയിട്ടൊന്ന് സംസാരിക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മരം, പേരെന്താണെന്ന് അറിയില്ല, കണ്ടോ. അപ്പം ഇവിടെ നിർത്തി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം സംഭവങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പേരിലും മതി. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരിലിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അതനുസരിച്ച് അത് ആയിക്കോളും. കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളവിലുള്ള ഓവർടേക്കും, അതായത് കണ്ടിന്യൂസ് ടൈമിൽ, അതായത് കറക്റ്റ് ടൈമിലുള്ള ഒരു ഓവർടേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പാളിപ്പോകുന്നുണ്ടാണ്. അതായത് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ആ ഒരു ടൈമിങ്ങിനുള്ളൊരു വേരിയേഷൻ കാണും. ഇപ്പോൾ ഒരു വളവ് വന്നു, നമ്മൾ വിചാരിക്കും ഗിയർ ഡൗൺ ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് കയറി പോകാം, കറക്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അടുത്ത വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ ഒരുപാട് പേർക്ക് കിട്ടാതെ വരും. ഒരുപാട് ആക്സിഡൻറ്റിലേക്കും ഒത്തിരി പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് പേരിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് പേരിൽ ഒരേ സമയത്ത് ഉപയോഗിക്കേണ്ട. കൂടുതൽ കുഴപ്പിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഫിസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊന്നും പറഞ്ഞ് ബോറടിപ്പിച്ച് കുഴപ്പിക്കുന്നൊന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ ലെഫ്റ്റിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് പേരിൽ യൂസ് ചെയ്യുക. രണ്ട് പേരിൽ യൂസ് ചെയ്തിട്ട് റൈറ്റിലേക്ക് പുഷ് ചെയ്യുക. വണ്ടി റൈറ്റിലേക്ക് പുഷ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ പുഷ് ചെയ്യുകയല്ല, റൈറ്റിലേക്ക് പുഷ് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ ഈ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യുക. കറക്റ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് ഇവിടെ ഒന്ന് ഡൗൺ ചെയ്യുക. അത്രേ ഉള്ളൂ സംഭവം. എനിക്കറിയാം ഇപ്പോൾ കുറേ പേർക്കെങ്കിലും ഡൗട്ട് തോന്നിക്കാണത്ത് എങ്ങനെ സംഭവം ഒന്നും മനസ്സിലായി കാണത്തില്ല, കിളി പോയിരിക്കുന്ന അവസ്ഥയൊക്കെ ആയിരിക്കും. ഒന്നുമില്ല സംഭവം. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണം. അപ്പം നമ്മൾ വിചാരിക്കാറുണ്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെട്ടിച്ചാൽ പോരെ, അതായത് ഇങ്ങനെ ഒന്ന് വണ്ടി എടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ പോരെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ റൈഡർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെട്ടിച്ചതാണ്. വണ്ടി റൈറ്റിലേക്ക് വെട്ടിച്ചിട്ട് പക്ഷേ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ഈ സമയത്ത് കൗണ്ടർ സ്റ്റിയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ റൈഡറിന് രക്ഷപ്പെടായിരുന്നു, വണ്ടി അടിക്കത്തില്ലായിരുന്നു, ഒരു ക്രാഷ് ഒഴിവാക്കായിരുന്നു. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വളയ്ക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോകത്തുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് പോയി, അത് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു നല്ല ഒടിവ് കുറച്ചിട്ട് ഇങ്ങനെ വൈഡായിട്ടുള്ളൊരു പോക്കേ ഉള്ളൂ. അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകുമ്പോഴും ലെഫ്റ്റിലേക്ക് കയറി നല്ല ഒടിഞ്ഞങ്ങ് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വണ്ടി വളയത്തില്ല. അപ്പോൾ ഈ കൗണ്ടർ സ്റ്റിയറിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം രണ്ട് പേരിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കയ്യിലെത്തത്തുള്ളൂ. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതേ ചെയ്യത്തുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓടിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞുതരാം. എങ്ങനെ എൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്. അതായത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ ഒന്ന് റൈറ്റിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ലെഫ്റ്റിലേക്ക് കിടത്തുന്നു. അത്രേ ഉള്ളൂ സംഭവം. അതായത് വണ്ടി കിടത്തുക, അതായത് കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കിടത്തത്തില്ല. അതുപോലെ ഒറ്റ കിടത്തലല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റൊരു കിടത്തൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് പിടിക്കുക, റൈറ്റിലേക്ക് ഒന്ന് കിടത്തുക. ഞാൻ ബാക്കി ഓടിച്ചുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ കൗണ്ടർ സ്റ്റിയറിംഗിൻ്റെ സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രേറ്റ് റോഡിലൊന്നും ചെയ്യല്ല യാതൊരു കാരണവശാലും. നമുക്കത് ക്രൂഷ്യൽ സിറ്റുവേഷൻസ്, അതായത് വളവോ തിരിവോ വരുമ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ. അതായത് ഇപ്പം നേരെ പോയിട്ട് 90 ഡിഗ്രി ഒരു വളവ് വരിക, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതാണ്ട് അവിടെ ഒരു വളവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് അവിടെ ഒരു വളവുണ്ട്. ഈ വളവിലേക്കൊന്നും കൗണ്ടർ സ്റ്റിയറിംഗ് അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് വളച്ചെടുത്താൽ മതി, യാതൊരു സീനും കാര്യങ്ങളൊന്നുമില്ല. ആ സമയം ഇപ്പോൾ ചെറിയൊരു വളവ്, ഇപ്പോൾ നമ്മൾ പോകുന്ന കൂട്ടത്തിലൊരു ചെറിയ വളവ് വരുവാണെങ്കിൽ നമ്മൾ ഈ കൗണ്ടർ സ്റ്റിയറിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രണ്ട് പേരിൽ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഓടിക്കുന്ന സമയത്ത് തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് തന്നെ സെറ്റപ്പായിട്ട് വന്നോളും.
ഇപ്പം കാണിച്ചു. ഇവിടെ നല്ല തിരക്കാണ്. വണ്ടിയെല്ലാം പോട്ടെ, എന്നിട്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് കാണിക്കാമേ. ഇപ്പോൾ എനിക്ക് ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി റൈറ്റിലേക്ക് ചെയ്യാം. എന്നിട്ട് കണ്ടോ വണ്ടി ഈസി ആയിട്ട് പോകുന്നുണ്ടോ? അത് റൈറ്റിലേക്ക് ഒന്ന് പുള്ളി ചെയ്തോട്, റൈറ്റിലേക്ക് ഒന്ന് ചരിച്ചിട്ട് വണ്ടി ലെഫ്റ്റിലേക്ക് ഞാൻ കടത്തുക. അത്രേ ഉള്ളൂ എൻ്റെ ടെക്നിക് സൈഡ് എന്ന് പറഞ്ഞാൽ. ഇതുണ്ട്, ഇതുണ്ടോ കണ്ടോ, നൈസായിട്ട് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പം സാധാരണ രീതി വളയ്ക്കുന്ന ടൈമും കൗണ്ടർ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളയ്ക്കുന്ന ടൈമും വളരെ വ്യത്യാസമായിരിക്കും. കൗണ്ടർ സ്റ്റിയറിംഗ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വളയ്ക്കാൻ പറ്റും. അതേസമയം സാധാരണ രീതി നമ്മൾ വളയ്ക്കുകയാണെങ്കിൽ വളയ്ക്കാനായിട്ടുള്ള ഒരു ടൈമിൻ്റെ നല്ല ഡിഫറൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പയ്യെ പോകുമ്പോൾ, അതായത് മെല്ലെ ഒരു 50 km/h താഴെ പോകുമ്പം കൗണ്ടർ സ്റ്റിയറിംഗ് അധികം ഉപയോഗിക്കേണ്ട, അത്രയ്ക്ക് എഫക്റ്റീവ് ആകത്തില്ല. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50+ അല്ലെങ്കിൽ ഒരു 100 km/h മുകളിൽ പോവുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിവതും ആക്സിഡൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട്. നമുക്ക് വളവിലൊക്കെ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വളവിൽ നിന്ന് പെട്ടെന്ന് വണ്ടി, അതായത് ഈ മാളത്തിൽ നിന്ന് എലി ആടി വരുന്ന പോലൊക്കെ വണ്ടിയൊക്കെ വരുന്ന പോലൊക്കെ കാണുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വണ്ടി പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുമ്പോഴത്തേനും വണ്ടി ഇടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോഴത്തേനും ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാൻ ഒത്തിരി ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കുറയ്ക്കാനായിട്ട് ഈ ഒരു കൗണ്ടർ സ്റ്റിയറിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രസൻ്റ് ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം. പ്രസൻ്റായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാസ്റ്റ് ആയിരിക്കും, ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഫ്യൂച്ചർ എന്താണെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പ്രസൻ്റായിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, കഴിവതും സ്നേഹിക്കുക, കഴിവതും മാക്സിമം. നമ്മൾ വണ്ടിയെ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ചതിക്കത്തില്ല. അത്രേ ഉള്ളൂ, എൻ്റെ സിമ്പിൾ ലോജിക്ക് അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി കൂടുതൽ സ്നേഹിക്കുന്നു അത്രത്തോളം അത് നമ്മളെ സ്നേഹിക്കും. നമ്മൾ ഒരു ആക്സിഡൻറ്റിലോ ഒന്നിലോ ഒരു കുഴിയിലോ അല്ലെങ്കിൽ വഴി കടത്തോ അതൊന്നും ചെയ്തില്ല. നമ്മൾ വണ്ടി സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് സമയത്ത് മെയിൻ്റെനൻസ് ചെയ്യും, നമ്മൾ കറക്റ്റ് സമയത്ത് വണ്ടി നോക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് നോക്കും. നമ്മളായാലും വിഷയത്തിൽ നിന്ന് ഒത്തിരി മാറി. അപ്പോൾ കൗണ്ടർ സ്റ്റിയറിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംഭവമില്ല, ഒന്നുമില്ല. നമ്മൾ അധികം സയൻസ് പരമായിട്ടൊന്നും നോക്കേണ്ട ഒന്നും കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സയൻസ് ഉണ്ട്, നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് 2 വിരൽ യൂസ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഹാൻഡിൽ പിടിക്കുക. എനിക്കിപ്പോൾ ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ പിടിക്കുക, റൈറ്റിലേക്ക് തിരിക്കുക, എന്നിട്ട് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒറ്റ ഓടി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലെ ഹാൻഡിൽ ബാർ പിടിക്കുക, ലെഫ്റ്റിലേക്ക് പിടിക്കുക, ഒറ്റ ഓടി. എന്നവർ ഇങ്ങനെ ചേർന്ന് പോലെ ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ റൈറ്റിലോട്ട് പോകണം, കണ്ടോ നൈസായിട്ട് പോകുന്നുണ്ട്. അതായത് വൈഡായിട്ടുള്ള പോക്കില്ല, നൈസായിട്ടുള്ള പോക്കേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഒരു വളവ് എടുക്കാം. അതായത് 90 ഡിഗ്രി വളവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90 ഡിഗ്രി വളവൊന്നും അങ്ങനെ എടുക്കരുത്. നോർമലായിട്ടുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വളവുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ കൗണ്ടർ സ്റ്റിയറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാവും, വളരെ യൂസ്ഫുള്ളാവും. അപ്പം ഈ ഒരു അറിവ് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്നിട്ട് കമൻറ്റ് ബോക്സിലോട്ട് വയ്ക്കുക. ഇതുപോലുള്ള വളവുണ്ടോ, ഇതിലൊന്നും എടുക്കരുത്. ഇത് നൈസ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.